ഞാൻ നിങ്ങളോട് ഈ വർഷത്തെ പെരുന്നാൾ പൈസയാണ് ചോദിക്കുന്നത്. പെരുന്നാൾ പൈസ നിങ്ങൾ എനിക്ക് തരണം, തന്നേ പറ്റൂ, വേറെ ഒരു നിവൃത്തിയില്ല. നിങ്ങൾ ഈ പ്രാവശ്യം എനിക്ക് പെരുന്നാൾ പൈസ തന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ തരണം. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തണം, അവരോടൊക്കെ പെരുന്നാൾ പൈസ തരാൻ പറയും. ഈ വീടിന് പെരുന്നാൾ വീട് എന്ന് നമ്മൾ പേര് വെക്കും. മുത്തുമണീസ, ഈ പെരുന്നാൾക്ക് നിങ്ങളും നിങ്ങളെ കുട്ടികളൊക്കെ ഡ്രസ്സ് എടുത്ത് മടക്കി അലമാരയിൽ വെച്ചില്ലേ? ഇത് കുട്ടികൾ പഠിക്കുന്ന അവരുടെ പുസ്തകങ്ങൾ വെച്ചിട്ടുള്ള അലമാര ടേബിളാണ് കാണുന്നത്. ആ കുട്ടികളുടെ ഡ്രസ്സിംഗ് റൂമാണ്, ആ കുട്ടികളുടെ പെരുന്നാൾ ഡ്രസ്സ് വെച്ചിട്ടുള്ള ഡ്രസ്സിംഗ് റൂമാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ ഒരു വീടിൻ്റെ ഹോം ടൂറാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് അധികം തടി ഇളകി ജോലി ചെയ്യാൻ പറ്റാത്ത വികലാംഗനായ റഷീദ് ഖാൻ്റെയും അതേപോലെ വൈഫ് ഖൈറുന്നിസാത്തയുടെയും അവരുടെ 3 മക്കളും വാടകയ്ക്ക് താമസിക്കുന്ന, ഇന്നല്ലെങ്കിൽ നാളെ തലയിലൂടെ ഓടി വീഴും എന്നുള്ള രീതിയിൽ ബേജാറായിട്ട് കഴിയുന്ന ഒരു ഫാമിലിയുടെ വീടാണിത്. ഈ കൊല്ലത്തെ പെരുന്നാൾ പൈസ കൊണ്ട് ഞാൻ അവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ ഒരുങ്ങുകയാണ്. പെരുന്നാൾ പൈസയുടെ ചലഞ്ചുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. ഈ കാണുന്ന അക്കൗണ്ടിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ അയച്ചു കൊടുക്കണം. അടുത്തന്നെ ഇവർക്ക് നല്ലൊരു മനുഷ്യന്മാർ താമസിക്കുന്ന രീതിയിലുള്ള ഒരു വീട് നമുക്ക് പണിത് കൊടുക്കണം. അതിൽ നിങ്ങൾ കൂടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയിൽ അവരെ അക്കൗണ്ടിലേക്ക്, ആ നമ്പറിലേക്ക് വിളിച്ച് അവരെ ബുദ്ധിമുട്ടാക്കരുത്, ഫോൺ എടുക്കേണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ കംപ്ലീറ്റ് മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഞാൻ ആദ്യം വീട് കംപ്ലീറ്റ് ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി നമുക്ക് കാര്യങ്ങൾ പറയാം. ഇതാണ് ആ വീട്. വീടിൻ്റെ മുകളുണ്ട്, നിങ്ങൾ ഡാർപ്പായൊക്കെ ഇട്ടിക്കാണ്ട് സൈഡ് ഒക്കെ പൊളിഞ്ഞ് ഒക്കെ തലയിൽ കൂടെ ഇന്ന് അല്ലെങ്കിൽ നാളെ മുഖം എന്ന് പറഞ്ഞിക്കാണ്ട് നിൽക്കുകയാണ്. ബാത്റൂമൊക്കെ കണ്ടില്ല നിങ്ങൾ, അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. പിന്നെ ഉള്ളിലേക്ക് പിന്നെ ഒരു കാര്യം, ഇത് അവരെ സ്വന്തം വീടൊന്നുമല്ല കേട്ടോ, വാടക വീടാണ്. എന്നാലും ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ട് ഉള്ളിൽ കാണിച്ചു തരാം. ഓക്കെ, ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഒരാൾ കിടക്കുന്ന സ്ഥലമാണിത്. ഓക്കെ, പിന്നെ അടുത്ത റൂം കുട്ടികളും എല്ലാവരും കൂടി കിടക്കുന്ന ഒരു റൂം. ഇതാണ് പോലെ അലമാര. ഇതെല്ലാം അലമാര അതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമായി പോകും. അലമാര ഞാൻ വേറെ കാണിച്ചു തരാം. ഇവിടെ ലൈറ്റ് ഉണ്ടോ? ഒരു മിനിറ്റ് ഇട്ടാ, ലൈറ്റ് ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ഇതാണ് ഇവരെ അലമാര. ഈ കുട്ടികൾ പുസ്തകം വെക്കുന്ന മേശയാണ് ഈ കാണുന്നത്, കണ്ട? ഇതാണ് പുസ്തകം വെക്കുന്ന മേശ. ഇതാണ് അലമാരകൾ. ഓല ഡ്രസ്സുകളും കാര്യങ്ങളും പെരുന്നാൾ ഡ്രസ്സൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വെച്ച സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ, കണ്ടില്ലേ? അടിപൊളിയല്ലേ? സൂപ്പറാണ്, കിടിലം വീടാണ്, ഒരു രക്ഷയില്ല. പിന്നെ കിച്ചണ് നോക്കണ്ട, ഒരു എന്താ പറയുക, ഇത് സ്റ്റോർ റൂമാട്ടാ, ഇത് കിച്ചണ്. ഓക്കെ, പിന്നെ വീടിൻ്റെ ഓടുകളൊക്കെ കാണണം. മുകളിലോട്ട് നോക്കിയിട്ട് ഇപ്പം മുഖം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്, പൊട്ടിക്കാണ്ട് ഇങ്ങനെ തലയ്ക്ക് മുഖാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഓടുകളൊക്കെയാണ്. ഓക്കെ, ഈ 2 റൂമാണുള്ളത്. അതിൽ ഈ ഒരു റൂം താമസിക്കുന്നു, കുട്ടികളെല്ലാവരും കൂടി ഇവിടെ കിടക്കുന്നു. ഒരാൾ ഇതാ ഇവിടെ ഒരു കട്ടിലുണ്ട്, ഇതിന്മേൽ കിടക്കും. ഓക്കെ, പിന്നെ ഇത് ബാക്കി എല്ലാ റൂമും ഇതാണ്. അപ്പോൾ തോണീസാ, പെരുന്നാൾ പൈസ ആയാലും സക്കാത്ത് പൈസ ആയാലും 101% അവകാശികളാണ് ഈ ഒരു ഫാമിലി, റഷീദിക്കും ഖൈറുന്നിസാത്തയും. അത് മാത്രമല്ല അവരുടെ 3 കുട്ടികളും, 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടി. ഇവർ നിൽക്കുന്നത് വാടക വീട്ടിലാണ്. ഈ വാടക വീട്ടിൽ നിന്ന് ഒയ്യാൻ പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് ഇവർ ഇവിടെ തന്നെ താമസം. ഇവിടെ നിന്ന് ഒയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് കുറേ കാലമായിക്കാണ് ഇതിൻ്റെ ഓണറ് കുട്ടികളെ തലേക്ക് ഈ ഓട് പൊട്ടി മുഖം ഇതൊക്കെ ആവുന്നുണ്ട്, ഇവരോട് ഒയ്യാൻ പറഞ്ഞിട്ട് കുറേ കാലമായിക്കണേ. പക്ഷേ ഇവർക്കൊരു നിവൃത്തിയില്ല ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ. ആ ഇത്താക്കാണെന്നുണ്ടെങ്കിൽ വാപ്പല്ല, ചെറുപ്പത്ത് മരിച്ചതാണ്. 2 അനിയത്തിമാരാണ്. അവരൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞ് പോയതാണ്. അതേപോലെ ആ റഷീദ് ഖാൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ആകപ്പാടെ വീട്ടിൽ ഒന്നുമില്ല. 6 സെൻറ്റ് സ്ഥലത്ത് ഒരു വീടും 5-6 ആൾക്കാരാണ് ആ പെരയിലുള്ളത്. മൂപ്പരാണ് വികലാംഗനാണ്, ഹാൻഡിക്യാപ്ഡാണ്, പിന്നെ ഓട്ടോ ഡ്രൈവറാണ്. അതായത് കയ്യിൽ ക്ലച്ച് ബ്രേക്കൊക്കെ ഉള്ള ആ വണ്ടി ഓട്ടോ ഓടിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം അത് മൂപ്പർക്ക് ഒരുപാട് സമയം നടക്കാൻ കഴിയില്ല, ചെറിയ പ്രശ്നമുണ്ട്, ഇരിക്കാൻ കഴിയില്ല, ഒരുപാട് സമയം വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരാളാണ്. മൂപ്പര് ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും ഈ 3 കുട്ടികളെ ഇതിൽ നിന്ന് കരകയറ്റാൻ ഒരു കാരണവശാലും കഴിയില്ല. അപ്പം നമ്മളെപ്പോലത്തെ ആളുകൾ ഇടപെടില്ലാതെ വേറൊരു വഴിയില്ല. അപ്പം നമ്മളത് ഇടപെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ കഴിയുന്ന ഈ റമളാൻ മാസം, ഈ പുണ്യമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ ഈ വീഡിയോ എന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റാമെന്ന് എനിക്കറിയില്ല. ഈ റമളാൻ മാസത്തിൽ ചിലപ്പോൾ റമളാൻ മാസം കഴിഞ്ഞിട്ടേക്കാരം അപ്ലോഡ് ചെയ്യുക. എന്തായാലും നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ നൽകണം. ഈ ഒരു പെരുന്നാൾ പൈസ, അതായത് നമ്മൾ കുറച്ച് ആളുകൾ ഇവർക്ക് 650 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും ഒരു തറയും ഉണ്ട്. അത് ഈ ഇത്തയുടെ കൂടെ പഠിച്ച കുട്ടികൾ പിരിവെടുത്തുകാണ് ഇട്ട് കൊടുത്ത ഒരു തറയാണ്. അറബി കോളേജിൽ കൂടെ പഠിച്ച കുട്ടികൾ ഇട്ട് കൊടുത്ത ഒരു തറയാണ്. ആ തറ ഞാൻ ആ ഇത്താനെ കൊണ്ട് തന്നെ പറയുക അതെന്താന്നുള്ളത്. ഈ കട പേരെന്താ? റഷീദ്. ഇത്തയുടെ പേരോ? ഖൈറുന്നിസ. മോൾ എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? 6ാം ക്ലാസ്സിൽ. അടിപൊളി. നീ എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? 1ാം ക്ലാസ്സിൽ.
ഓക്കെ. ഇതൊക്കെ ആ തറ ഇട്ട് കയറണ്ടല്ലോ, അവിടെ ഒരു 6 സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഒരു തറ ഇട്ടുകണല്ലോ, ആ തറ കാരട്ടെന്ന് ഒപ്പം പഠിച്ച കുട്ടികളെ എവിടെ പഠിച്ചാ? അറബി കോളേജ് പഠിച്ച കുട്ടി. നിങ്ങളെ കൂടെ പഠിച്ച കുട്ടികളാ? ആ, അനിയത്തിൻ്റെ കൂടെ പഠിച്ച കുട്ടികളെ ഓലെല്ലാവരും കൂടി ഇട്ടതാണ് തറ അല്ലേ? ഓക്കെ. അത് ഇട്ടിട്ട് ഇപ്പോൾ കുറേ കാലമായോ? 6 മാസമായി. അപ്പോൾ എൻ്റെ പൊന്നാര മുത്തുമണീസേ, നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒന്നും നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നില്ല. എത്ര തന്നെ കൂട്ടി ഉരുട്ടി വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത് നമ്മളെക്കാൾ കഴിയുന്ന കുറച്ച് നമ്മളെ കൂടെ ജീവിക്കുന്ന സഹജീവികൾക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന മതിയാവും നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ രക്ഷപ്പെടാനും, നമ്മളെ ബിസിനസ് രക്ഷപ്പെടാനും, നമ്മളുടെ എല്ലാ കാര്യങ്ങളും നിറവേറാനൊക്കെ അവരുടെ ഒരാളുടെ പ്രാർത്ഥന മതിയാവും. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, ആ കുട്ടികളുടെ കണ്ണീരും അവരുടെ സങ്കടവും വീഡിയോയിൽ ഒപ്പിയെടുത്തിട്ട് അതിൻ്റെ സിമ്പതി പറ്റിയിട്ട് ആ ഒരു വിഷ്വലിലൂടെ ഫണ്ടിങ് നടത്താൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവരെ കാണിക്കാറ്. ചെറിയ കുട്ടികളാണ്, 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അത് എനിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ ചെയ്യൂല, ചില സാഹചര്യത്തിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഗതിയാണ്, എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ അത് ഒഴിവാക്കലാണ്. ഓക്കെ. അപ്പം നിങ്ങളാൽ കഴിയുന്ന സഹായം അവരെ ഈ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ അല്ലെങ്കിൽ അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്തിട്ട് നിങ്ങൾ സഹകരിക്കണം. നമുക്ക് അറിയാലോ, എന്നെ അറിയാലോ, അതായത് എന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ സങ്കട കണ്ണീര് കാണിച്ചിട്ട് ഫണ്ടിങ് നടത്താൻ എനിക്ക് താല്പര്യമില്ല. എന്നിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സഹായം നമുക്ക് അയച്ചു തരാം. ഓക്കെ. നമുക്ക് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി വീട് ഉണ്ടാക്കാം. കാരണം ഒരു തറ അവിടെ ഉണ്ട്, 650 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു തറ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഇത്തയുടെ കൂടെ പഠിച്ച കുട്ടികൾ പിരിവെടുത്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ കളക്ട് ചെയ്തിട്ട് ഒരു തറ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ ഗംഭീരമായിട്ട് എല്ലാ വർക്കും തീർത്ത് ഒരു കിണറും അവർക്ക് വേണം, കിണറടക്കം നല്ലൊരു അടിപൊളി വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കും. നമ്മൾ ഓരോരുത്തരും ഓരോ സ്ക്വയർ ഫീറ്റിൻ്റെ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീടുണ്ടാക്കാൻ കുറച്ച് ആളുകളെ സഹകരണം പോരെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളാൽ കഴിയുന്ന സഹായം നമ്മൾ ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അയച്ചു തരാം. ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്, അതേപോലെ അക്കൗണ്ട് ട്രാൻസ്ഫറും ചെയ്യാം. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി വീടുണ്ടാക്കി കൊടുക്കാം. നമുക്കറിയാമല്ലോ, നമ്മൾ ഇതിൻ്റെ മുന്നേ ഞാൻ 20 രൂപ ചലഞ്ചിൽ ഒരു വീടുണ്ടാക്കിയിട്ട് 1 മാസം മുമ്പാണ് അതിൻ്റെ താക്കോൽ നമ്മൾ കൈമാറിയത്. അതും എനിക്ക് ഒരുപാട് പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. ഇതും എനിക്കറിയാം എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഇത് സ്ഥലം നമ്മളെ മഞ്ചേരി വണ്ടൂർ റൂട്ടിലെ എലങ്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെ പാവപ്പെട്ടൊരു ഫാമിലിയാണ്. ഇവരെ ജീവിതത്തിൽ ഇങ്ങനൊരു വീടിനെ കുറിച്ച് സ്വപ്നം കാണാൻ പോലും അവർക്ക് പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ആ കുട്ടികൾ എടുത്തു കൊടുത്ത ഒരു തറ മാത്രമല്ല, 6 സെൻറ്റ് സ്ഥലമുണ്ട്. സ്ഥലം ഉമ്മ കൊടുത്ത സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് നല്ലൊരു മനോഹരമായ വീട് പണിത് കൊടുക്കണം. ഓക്കെ. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സഹകരണം വേണം. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അയച്ചും തരണം. ഞാൻ പിന്നെയും പറയണേ, കാരണം ഈ ഇടത് കൈ റമളാൻ മാസമാണ്, പുണ്യമാക്കപ്പെട്ട മാസമാണ്. നിങ്ങൾ വലത് കൈ കൊണ്ട് കൊടുക്കുന്ന ഇടത് കൈ അറിയില്ല. നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്നും കമൻറ്റിൽ ഇടണ്ട. എനിക്കിപ്പോൾ ഈ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. എൻ്റെ പിന്നിൽ നിങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിലൂടെ ഒരു ചരിത്രം കൂടി നമുക്ക് തിരുത്തി എഴുതാൻ പറ്റും. ഓക്കെ. നമ്മളാൽ കഴിയുന്ന, നമ്മൾ ചാരിറ്റി ചാനലൊന്നുമല്ല, നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിഞ്ഞ് അടുത്തടുത്ത് ഇങ്ങനെ ചെയ്തു പോകുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾക്കറിയാം. നമ്മൾ ചെയ്ത് കൊടുത്ത വീടുകളൊക്കെ അതിൻ്റെ കംപ്ലീറ്റ് വർക്കും തീർത്തിട്ടേ നമ്മൾ അപ്പുറത്തൊരു വർക്ക് തുടങ്ങിയിട്ടുള്ളൂ. ഇതും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളാൽ കഴിയുന്ന സഹായം എന്തായാലും ചെയ്യണം. കാരണം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വാവത് കാണിച്ചു കൊടുത്താൽ ഒരു വീട്ടിലെ ഡ്രസ്സിങ് റൂം അല്ലെങ്കിൽ കുട്ടികളെ പുസ്തകം വെക്കുന്ന ടേബിളാണ് ഈ കാണുന്നത്, കണ്ടില്ല? അതേപോലെ അടുത്ത കുട്ടിയുടെ ബുക്ക് വെക്കുന്ന ടേബിൾ. ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡ്രസ്സൊക്കെയാണ് ഈ കാണുന്ന, ഇതൊക്കെ ഇട്ടിട്ട് അവർ പെരുന്നാൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഒരു വീടിൻ്റെ അവസ്ഥ. പിന്നെ അത് പൊട്ടി വീഴാനയക്കുന്ന ഓടും കാര്യങ്ങളൊക്കെ. ഈ വീടിൻ്റെ ഹൗസ് ഓണർ എന്നോ ഇവരോട് മാറാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ഇത് പൊട്ടി ഇവരെ തലയിലൂടെ വീണിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റുന്നുള്ള പേടിയിൽ ഇവരെവിടെയൊക്കെ പോകാനാണ്? അപ്പം നമ്മളെപ്പോലത്തെ ആളുകൾ ഈ റമളാൻ മാസത്തിൽ ഈ പെരുന്നാൾ എത്രങ്ങാനും ക്യാഷ് ഏതൊക്കെ രീതിയിൽ നമ്മൾ എന്തിനൊക്കെ ചിലവാക്കുന്നു. അതിൽ നിന്ന് ഒരംശം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരായി ഈ കുട്ടികളുടെ സന്തോഷം എത്രത്തോളമായിരിക്കും. വീടൊന്നും സ്വപ്നം ഒരിക്കലും കാണാൻ പറ്റാത്ത ഈ പിഞ്ചു പൈതങ്ങൾ അവരെ സന്തോഷം എത്രത്തോളം ഉണ്ടാവും. ആ ഉപ്പയും ഉമ്മയും അവരെ സങ്കടം അവരെ മനസ്സിൽ ഇപ്പം എന്തൊക്കെയാണ് എന്നെ കണ്ടപ്പോൾ അവരെ സന്തോഷം എത്രത്തോളം. അവർ ഈ കുറേ കാലമായി എന്നെ വിളിക്കൽ തുടങ്ങിയിട്ട് നമ്മൾ ഇതൊരു ചാരിറ്റി ചാനൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ഏറ്റെടുക്കലില്ല. ഫിൽട്ടർ ചെയ്ത് ഏറ്റവും യോഗ്യതയായ ആളെ നമ്മൾ കിട്ടുമ്പോൾ മാത്രമേ എടുക്കലുള്ളൂ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവരെ മനസ്സിലൊക്കെ എത്ര സന്തോഷം ഉണ്ടെന്ന് ഞാൻ അവരെ കാണാൻ വേണ്ടി വന്നപ്പം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, അവർക്കൊരു വീട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വീട് പണി നമുക്ക് തുടങ്ങാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെത്രത്തോളം സന്തോഷിക്കും. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കും. നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാനൊരു ചെറിയ മനസ്സിനല്ല, വീടില്ലാത്തവൻ്റെ കഷ്ടപ്പാട് വളരെയധികം അറിയുന്ന ഒരാളാണ് ഞാൻ.
അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. പക്ഷെ എന്താ നമ്മളെ കൊണ്ട് കഴിയൂല. എൻ്റെ അടുത്തുള്ള ഈ സോഷ്യൽ മീഡിയ മാത്രമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മുണ്ടും മടക്കി ഇതിന് ഇറങ്ങണേ. ഇതിന് മുന്നേ 3-4 പ്രാവശ്യം ഇറങ്ങി 4 പ്രാവശ്യം നമ്മൾ സക്സസ്ഫുള്ളി ആയിട്ട് നമ്മൾ 4 ഫാമിലി നമ്മൾ ഈ ചാനൽ കൊണ്ട് വീട് വെച്ച് കൊടുത്ത് സക്സസ്ഫുള്ളി ആയിട്ട് ഹാപ്പിയാക്കി വിട്ടിട്ടുണ്ട്. നമുക്ക് ഈ റമദാൻ മാസത്തിൽ ഇവരും കൂടി അതുപോലെ അങ്ങോട്ട് കൂടെ പിടിച്ചിട്ട് ആണ് സക്സസ് ആക്കിയാണ് വിടുക. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായാൽ മതി. നമ്മൾ എത്ര ക്യാഷ് ഈ പെരുന്നാക്കി എന്തിനൊക്കെ അനാവശ്യമായിട്ട് ചിലവാക്കുന്നു. 1 സ്ക്വയർ ഫീറ്റിൻ്റെ പൈസ ഇതിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി മനസ്സിന് കുളിര് നൽകുന്ന ഒരു വീഡിയോയുമായിട്ട് ഞാൻ തന്നെ നിങ്ങളെ മുന്നിലേക്ക് വരും. അടുത്ത മഴയ്ക്ക് കാത്തിക്കാൻ പറ്റില്ല. കാരണം ഈ കുട്ടിക്ക് തല ഉണ്ടാവില്ല, ഓട് വീണ് പൊട്ടിയിട്ട് ആകെ സീനാവും. ആ വലിയ പെരുന്നാൾ വരുന്നതിൻ്റെ മുമ്പ്, വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ അടുത്ത മഴ വരുന്നതിൻ്റെ മുമ്പെങ്കിലും നമുക്ക് ഇവരെ പുതിയ വീട്ടിലേക്ക് മാറ്റിയേ പറ്റൂ. നിങ്ങൾ സഹകരിച്ചേ പറ്റൂ. വേറെ നിവൃത്തിയില്ല. എനിക്കിത് കണ്ണടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിട്ട് യാചിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ.